സിംഹങ്ങൾ വേട്ടയാടുമ്പോൾ ഒറ്റയ്ക്ക് വേട്ടയാടുകയാണെങ്കിൽ വിജയശതമാനം 50%. കൂട്ടായി വേട്ടയാടുമ്പോൾ ഇതിൻ്റെ 10-1 പോലും വിജയശതമാനമില്ല. എങ്കിലും അവർ കൂട്ടായി തന്നെ വേട്ടയാടും. അതിൻ്റെ കാരണം വലിയ ഇരയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, പ്രൈഡിലെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നൊരു ധർമ്മം അവർക്കുണ്ട്. പ്രൈഡിൽ ഭക്ഷണം കഴിക്കുന്നത് ശ്രേണി വ്യവസ്ഥയിലാണ് എന്നറിയാമല്ലോ. ആദ്യം ആണുങ്ങൾ കഴിക്കും, പിന്നീട് പെണ്ണുങ്ങൾ കഴിക്കും, പിന്നീട് യുവസിംഹങ്ങൾ കഴിക്കും, പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് കുഞ്ഞു സിംഹങ്ങൾ സ്ക്രാപ്പ് മാംസം എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നത്. കിട്ടുന്നത് ചെറിയ ഇരയാണെങ്കിൽ ആദ്യം ആണുങ്ങൾ കഴിച്ച് പിന്നീട് പെണ്ണുങ്ങൾ കഴിച്ച് ബാക്കിയൊന്നുമില്ലെങ്കിൽ യുവസിംഹങ്ങളും കുഞ്ഞു സിംഹങ്ങളും പട്ടിണി കിടക്കേണ്ടി വരും. ഇത് പലപ്പോഴും സിംഹത്തിൻ്റെ പ്രൈഡുകൾക്കിടയിൽ പതിവുമാണ്. അങ്ങനെയാവുമ്പോൾ അടുത്ത വേട്ട വരെ ഇവരൊക്കെയും കാത്തു നിൽക്കേണ്ടി വരും. സിംഹങ്ങളാണെങ്കിൽ ഒരു വേട്ട കഴിഞ്ഞ് നന്നായി ഉറങ്ങി പിന്നീടാണല്ലോ അടുത്ത വേട്ട ഉണ്ടാകുക. ഇങ്ങനെ ഹണ്ട് ചെയ്തു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. അതിനാൽ തന്നെ സിംഹങ്ങൾ പലപ്പോഴും വലിയ ഇരകളെയാണ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. ചെറിയ ഇര ലഭിക്കുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ഗ്യാപ്പിൽ പ്രൈഡിലെ മുതിർന്നവർക്ക് ഭക്ഷണം കിട്ടിയാലും കുഞ്ഞു സിംഹങ്ങൾ പട്ടിണിയാകും. കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുന്ന ഈ കാര്യത്തിൽ ഒരു എത്തിക്സ് ഇല്ലായ്മ തോന്നാമെങ്കിലും അതിലും ഒരു എത്തിക്സ് ഉണ്ട്. കാര്യം സിംഹങ്ങൾ ധാരാളം ഊർജം വേണ്ട ജീവികളാണ്. പ്രത്യേകിച്ചും മുതിർന്ന ആൺപെൺ സിംഹങ്ങൾ. അവരുണ്ടെങ്കിലല്ലേ പ്രൈഡിന് നിലനിൽപ്പുള്ളൂ. വേട്ടയാടാനായാലും പ്രൈഡിനെ സംരക്ഷിക്കാനായാലും അവർ വേണം. അതുകൊണ്ട് തന്നെ അവരുടെ സസ്റ്റെയിനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അവർ തിന്നുന്നു. അവർ തിന്ന് ആരോഗ്യവാന്മാരായാൽ അടുത്ത തവണ വേട്ടയിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാമല്ലോ. അല്ലെങ്കിലോ? ഇതൊക്കെ മൃഗങ്ങളുടെ എത്തിക്സാണ്. മനുഷ്യരുടെ ഇടയിലാണെങ്കിലോ നേരെ തിരിച്ചാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയാണ് ആദ്യം പരിഗണിക്കുക.